2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയി കാരിച്ചാൽ ചുണ്ടൻ. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ലഞ്ച് ബെൽ ഈ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. EV രാമസ്വാമി നായികർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? K. കൃഷ്ണൻകുട്ടി. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? V. അബ്ദുറഹ്മാൻ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻ ക്യാങ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? NH66 മുംബൈ ടു ഗോവ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം തിരികെ സ്കൂളിലേക്ക്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ V. ഹരിനായർ. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ലിഗ്നോസാറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാംശു ശുക്ല. താഴെ പറയുന്നവയിൽ ഏറ്റവും പുതിയതായി ക്ലാസിക് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് മറാത്തി, ആസാമീസ്, ബംഗാളി. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മാൽഹോത്ര. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ഭാംഗ. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് PR ശ്രീജേഷ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പൃഥ്വിരാജ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക്. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം? ആദിത്യ L1. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര്? ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി.
കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം. സ്റ്റംഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് ആരുടെ ആത്മകഥയാണ്? സയ്യിദ് കിർമാനി. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? 0%, 5%, 12%, 18%, 28. 0, 5, 12, 18, 28. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഈ നാം. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അദാലത്ത് ഗ്രാമകോടതി ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? വാമനപുരം. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്റ്റ് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയ്ക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു? വിളർച്ച. വിവ പ്രോജക്റ്റ്. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. താഴെ പറഞ്ഞതിൽ എന്തിനെ കേന്ദ്രീകരിച്ചാണ്? നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതല്ല? ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ ലോണുകൾ അനുവദിക്കുന്നുള്ള പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിൽ കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരോ ഇല്ലാതെ ലോൺ ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി ലോൺ നൽകുന്ന പദ്ധതിയാണ് ഇത്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചാണ് നൽകുക. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കും. ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിന് മുൻ പ്രസിഡന്റ് ആയിരുന്നു? ബാഷർ അൽ അസദ് സിറിയ. ഏതാണ് OpenAIയുടെ ChatGPT-4-നെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? ഗൂഗിൾ ഡീപ് മൈൻഡ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ജ്ഞാനേഷ് കുമാർ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? ബോൾഗാട്ടി. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. മിഠായി പ്രമേയ രോഗികളായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സാന്ത്വനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. സ്നേഹസാന്ത്വനമാണ് തെറ്റ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഉദ്വ തടാകം ജാർഖണ്ഡ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ IBCAയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാളം സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്കാണ്. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ എത്ര റംസാർ പ്രദേശങ്ങളുണ്ട്? 89. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം കൊൽക്കത്ത. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിജിൽ. മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര്? EV രാമകൃഷ്ണൻ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 സൗദി അറേബ്യ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലി. മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? NS മാധവൻ. കേരള സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആര്? കിരൺ റിജ്ജു. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇക്യൂബ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഏതാണ്? ഐരാവത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭം. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെന്ററി കാര്യ സമിതി. മരണാനന്തര ബഹുമതിയായി 2005 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. താഴെ പറയുന്ന ജോഡികളിൽ എത്ര ജോഡികൾ ശരിയായി പൊരുത്തപ്പെട്ടു? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം 2026, അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ടൂറിസം വർഷം 2027, അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം 2025, അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധവും പ്രതിരോധത്തിൻ്റെയും വർഷം 2029. എല്ലാം ശരിയാണ്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടക്കുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാര്? രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുള്ള വിദ്യാഭ്യാസവും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? വിദ്യാസമുന്നതി. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? യോദ്ധാവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിനെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫർ. താഴെ പറയുന്നവയിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2024 നേടാത്തത് സുഖ്ജിത് സിംഗ്. നേടിയവർ ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഗായത്രി സ്പിവാക്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്?
SDX-01 ആൻഡ് SDX-02. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ യോഗത്തിലെ പ്രധാന വിഷയം എന്തായിരുന്നു? വിക്ഷിത് ഭാരത് അറ്റ് 2047. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏത്? അമ്മ മനസ്സ്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസ്. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? NVS-02. NVS-02. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശധാര. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഒഡീഷ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? പുല്ലാമ്പാറ. K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യ. പുനർഗേഹം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആര്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം? യമൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഡി ഗുഗേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഗ്യാനേഷ് കുമാർ. കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? 1600. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാമത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? K-സ്മാർട്ട്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴി. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന്. 2 ശരിയാണ്. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര്? S-400 ടൈംബ്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിന്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 77ാമത് ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ? പായൽ കപാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസാത്വികത്തിന്റെ കർത്താവ്? പ്രഭാവർമ്മ. രൗദ്രസാത്വികത്തിന്റെ കർത്താവ് പ്രഭാവർമ്മ. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി.
2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി പേരാണ് എൻപ്രൗഡ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച ദൗത്യം ആർദ്രം. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷായി പ്രഖ്യാപിക്കുന്നു. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ബില്യാർഡ്സ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? ഡി ഗുഗേഷ്.